ക്രൈം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും സാധാരണക്കാരായ ആളുകളാണ് ഇത് ചെയ്യുന്നത്. പൊതുവെ അങ്ങനെയാണ് കണ്ടുവരാറുള്ളത്. പക്ഷെ ഇത് അങ്ങനല്ല. വിളവ് തിന്നുന്നു എന്ന് പറയുന്ന രീതിയിൽ മുൻപും പല റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. സംഭവം ഉണ്ടായിട്ടുള്ളത് പത്തനംതിട്ടയിലാണ്. ഇന്നലെ പറഞ്ഞു വരുന്നത് രാത്രി വിവാഹ സംഘത്തെ ക്രൂരമായി മർദ്ദിച്ച SIയെ കുറിച്ചാണ്. SIക്ക് ഇപ്പോൾ സ്ഥലം മാറ്റം നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട സ്റ്റേഷൻ SI S ജിനുവിനെ SP ഓഫീസിലേക്കാണ് മാറ്റിയത്. SI സ്ഥലം മാറ്റിയത് കൊണ്ട് മാത്രം തൃപ്തിയില്ല എന്ന മർദ്ദനമേറ്റവരുടെ പ്രതികരണവും വരുന്നുണ്ട്. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് പോലീസിന്റെ മർദ്ദനമുണ്ടാകുന്നത്. ആളുമാറി സംഭവിച്ചതാണെന്നും SIക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നുമാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. SIയെയും പോലീസുകാരെയും സസ്പെൻഡ് ചെയ്യണമെന്ന് മർദ്ദനമേറ്റവർ 24നോട് പറഞ്ഞു. പോലീസ് സംഘത്തിൻ്റെ ക്രൂരമർദ്ദനത്തിനിരയായ ആ കുടുംബം നമ്മോടൊപ്പം ചേരുകയാണ്. സിതാരയും ഭർത്താവ് ശ്രീജിത്തും. സിതാര, ക്രൂരമായ മർദ്ദനം തന്നെയായിരുന്നു. നമ്മൾ ആ CCTV ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴാണ് കണ്ടത്. ഒടുവിൽ SIയെ സ്ഥലം മാറ്റിയെന്നാണ് പറയുന്നത്. നടപടിയിൽ തൃപ്തരാണോ? തീർച്ചയായിട്ടും തൃപ്തരല്ല. നമ്മുടെ പ്രശ്നത്തെ എത്ര നിസ്സാരമായിട്ടാണ് അവർ കാണുന്നതെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ഒരു സാധാരണ എടുക്കുന്ന എല്ലാ നടപടികളും പോലെ തന്നെയായിട്ട് ഇത് തോന്നുന്നുള്ളൂ. അതുകൊണ്ട് അതിൽ തൃപ്തരാണെന്ന് മാത്രമല്ല, നല്ല അസംതൃപ്തിയുണ്ട് അതിൽ. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അത്രയും പേരും ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ളൊരു വകുപ്പ് ചുമത്തി ആ പ്രതികൾക്കെതിരെ നടപടിയെടുക്കണമെന്നും അതുപോലെ തന്നെ മർഡർ അറ്റംപ്റ്റ് തന്നെയാണ്. കാരണം ഹെഡ് ഇഞ്ചുറി ഉണ്ട്, ഹസ്ബൻഡിനും ഉണ്ട്, എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഈ വകുപ്പുകളെല്ലാം ഉൾപ്പെടുത്തി ഒരു FIR ഫയൽ ചെയ്തതിൻ്റെ ഒരു കോപ്പി ഞങ്ങൾക്ക് കിട്ടണം എന്ന് തന്നെയാണ്. എന്തായിരുന്നു സംഭവിച്ചത്? നമ്മൾ കാണുമ്പോൾ തന്നെ വന്ന് നിങ്ങൾ പുറകിലൂടെ ഓടുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് കാണുമ്പോൾ തന്നെ അതെന്തായിരുന്നു സംഭവിച്ചത് ശ്രീധൻ? ഞങ്ങൾ അടൂർ ഒരു വിവാഹത്തിൻ്റെ ഒരു റിസപ്ഷൻ കൂടിയിട്ട് ഞങ്ങൾ തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ തിരിച്ച് വന്ന സമയത്ത് നമ്മുടെ ഒരു ചേച്ചി അവിടെ ഇറങ്ങാറുണ്ടായിരുന്നു, പത്തനംതിട്ട ഇറങ്ങാറുണ്ടായിരുന്നു. അപ്പം അയാളുടെ ഹസ്ബൻഡ് വരുന്ന സമയത്ത് ഇച്ചിരി ലാഗടിച്ച് ടൈം പോയി. അപ്പം വരാനുള്ള സമയമുള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ എന്നാൽ അത്ര സമയം വെയിറ്റ് ചെയ്യണമെന്ന് ഓർത്ത് ഞങ്ങളെന്നാൽ ചുമ്മാ നടന്നിട്ട് വരാമെന്ന് ഓർത്ത് ഞങ്ങൾ അങ്ങോട്ട് നടന്നു. നടന്ന് അവിടെ ചെന്ന് ഞങ്ങൾ കുറച്ച് നേരം അതിലേക്ക് നടന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു പോലീസ് വണ്ടി പാഞ്ഞു വരുന്നത്. ഞങ്ങളുടെ തൊട്ട് പുറകെ കൊണ്ട് ചവിട്ടി ഇവർ ഓടി ഇറങ്ങി ലാത്തിയായിട്ട് ഓടി വരുന്നത്. ഓടി വന്നിട്ട് ഞങ്ങളോടൊന്നും ചോദിച്ചില്ല, ഞങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് പോലും ചോദിച്ചില്ല. ഞങ്ങളെ അങ്ങ് പൊതിരി അങ്ങ് തല്ലുവാണ്. നിങ്ങൾക്ക് ആ CCTV ദൃശ്യം നിങ്ങളെല്ലാവരും കണ്ടാണ്, കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളവിടെ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ഓടി വന്ന് അടിക്കുമായിരുന്നു. അടി കൊണ്ട് ഞാനും എൻ്റെ വൈഫും ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഓടിപ്പോയ സമയത്ത് അവർ വീണിട്ട് ഒരു മനുഷ്യത്വപരമായിട്ടൊരു പെരുമാറാതെ ഞങ്ങളെ അവിടെ ഇട്ട് തല്ലി, ഞങ്ങൾ നിലത്തിട്ട് തല്ലുമായിരുന്നു. എൻ്റെ തലയ്ക്ക് ഇവിടെ ഒരു മുറിവുണ്ടായി. നിങ്ങൾ ഇടയിൽ സൈഡിൽ കൂടെയാണ് നിങ്ങൾ ഓടുന്നത്. നിങ്ങൾ SI അടക്കമുള്ള ആളുകളല്ലേ അടിച്ചു? അതെ, SI ആണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് ഇവിടെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ് ഈ ജില്ല. യൂണിഫോം ഇട്ടുണ്ടായിരുന്നു? യൂണിഫോത്തിലല്ല അവർ വന്നത്. രണ്ട് പോലീസ് അങ്ങാണ്ട് എനിക്ക് തോന്നുന്നു യൂണിഫോം ഉള്ളായിരുന്നു, ബാക്കിയുള്ള യൂണിഫോത്തിലല്ല വന്നത്. പോലീസ് അങ്ങനെ ഒന്ന് പെട്ടെന്ന് പോകുമായിരുന്നു ഉണ്ടായിരുന്നത്. താങ്കൾക്ക് അപ്പം നേരെ പോലീസുകാർ വരുമെന്ന് പറഞ്ഞാൽ നേരം നല്ല സ്പീഡിൽ വരിക. വന്നെന്ന് പറഞ്ഞാൽ ഡോർ അങ്ങ് തുറക്കുക, ഓർഡറാന്ന് പറയുന്നത്. ഇവരെന്തിനാ ഓർഡറാന്ന് പറയുന്നത്? ഓർഡറാന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുക. അടിയിട്ടിട്ട് ഞാൻ പോയില്ല, അപ്പോഴും അടിക്കുക. ഓർഡറാ, ഇവർക്ക് ഓടുന്നതാണ് കാണേണ്ടത്. എന്തിനാ ഓടുന്നത്? ഞങ്ങൾ ചോദിക്കുന്നത് എന്താ സംഭവം എന്താ എന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല, ഓർഡറാ. ഇവർ സത്യം പറഞ്ഞാൽ ഇവർ മദ്യപിച്ചിട്ടുണ്ടെന്നുള്ളൂടെ എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു മനുഷ്യനോട് ചെയ്യുന്നതിൻ്റെ ഒരു ക്രൂരതയുണ്ടല്ലോ, അത് ഏറ്റവും വലിയ ക്രൂരതയാണ് ആ പോലീസുകാർ ഞങ്ങളോട് ഇന്നലെ ആ 11 കാലിനിടയ്ക്ക് നമ്മളോട് ചെയ്തത്. ആ പാടുന്നുണ്ടോ? ഞാനിപ്പോൾ പാടാണ് ആ ചേട്ടൻ കാണിക്കുന്നത്. അടിച്ച പാടാണ്. തീർത്തും ചുവന്ന് കിടക്കുകയാണ്, അത് നീലിച്ച് കിടക്കുകയാണ്. അത്ര കണ്ട് ഭീകരമായ അവസ്ഥയാണ് ഉണ്ടായിരുന്നതെന്നാണ് ചേട്ടൻ. ഇവിടുത്തെ ഒരാളെ അടിച്ച് ഇവിടുത്തെ 2 പേരാ ഈ ബാക്കിലിട്ട് അടിക്കുന്നത്. അപ്പോൾ ഈ പാനിട്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം. കാരണം ഇന്നലെ അടിച്ച് ഓടിക്കുക, അടിയിട്ട് ബാക്കി എല്ലാവരും വല വഴി ഓടിക്കളഞ്ഞു. ശക്തമായ നടപടി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ ദളിത് നിയമസഹായ നിയമപ്രകാരം ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കും. തൽക്കാലം ഇപ്പം ഒരല്പം മുമ്പ് 24 വാർത്ത അനുസരിച്ച് അറിയാൻ പറ്റിയത് SIക്ക് സ്ഥലമാറ്റം വന്ന പോലീസ് തന്നെ ഇങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളെ അങ്ങനെ സംരക്ഷിക്കുന്നത് അത് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ നീതിക്ക് ഉചിതമാകുന്നതല്ല. ക്രൂരമായ മർദ്ദനമാണ് നടന്നത്. സ്ഥലമാറ്റം ഒന്നും തങ്ങൾ അംഗീകരിക്കില്ല. നടപടി വേണം, സസ്പെൻഷൻ വേണം, അതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.